Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C, continuation of the previous video. Our topic is phobia pills. Previous video we talked about 4 questions. Today we can talk about the remaining 4 questions. Let's start. നമുക്ക് ഇന്ന് 11th question തൊട്ട് തുടങ്ങാം. Question നോക്കാം. In the 4th paragraph, we learned that the drug called DCS. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? In the 4th paragraph, we learned that the drug called DCS. അപ്പം 4th paragraphൽ നമ്മൾ ഒരു DCS എന്ന ഡ്രഗിനെ പറ്റി ലേൺ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതിനൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വാട്ട് വി ലേൺ അബൌട്ട് ദ ഡ്രഗ് കോൾഡ് DCS നൗ. അപ്പോൾ നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. On such avenue is the use of cognitive enhancers such as drug called D-cycloserine or DCS. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? One such avenue is the use of cognitive enhancers. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഈ ഫോബിയയുടെ മാനേജ്മെൻറ്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എക്സ്പോഷർ തെറാപ്പിയെ പറ്റിയായിരുന്നു പ്രീവിയസ് പാരഗ്രാഫ്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഡ്രഗിനെ പറ്റിയാണ്, മാനേജ്മെൻറ്റായിട്ട് ഡ്രഗിനെ പറ്റിയാണ് പറയുന്നത്. വൺ സച്ച് അവന്യൂ ഈസ് ദ യൂസ് ഓഫ് കൊഗ്നിറ്റീവ് എൻഹാൻസേഴ്സ്. അപ്പം മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊഗ്നിറ്റീവ് എൻഹാൻസേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഡ്രഗ് കോൾഡ് സൈക്ലോസെറിൻ ഓർ DCS എന്ന് പറയുന്നത്. ഇനി നോക്കാം. DCS സ്ലോട്ട്സ് ഇൻ ടു part of the brain's NMDA receptor and seems to modulate the neurons' ability to adjust their signaling in response to events. ഇപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? DCS സ്ലോട്ട്സ് ഇൻ ടു പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇപ്പം DCS സ്ലോട്ട് ചെയ്യുന്നത് എവിടെയാണ്? പാർട്ട് ഓഫ് ദ ബ്രെയിനിലാണ്, അതായത് NMDA റിസപ്റ്റർ. ആൻഡ് സീംസ് ടു മോഡുലേറ്റ് ദ ന്യൂറോൺസ് എബിലിറ്റി ടു അഡ്ജസ്റ്റ്. അതുകൂടാതെ DCSൻ്റെ ഫങ്ഷനാണ്, അത് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ടു മോഡുലേറ്റ് ദ ന്യൂറോൺസ് എബിലിറ്റി, ന്യൂറോൺസിനെ മോഡുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിന്. ടു അഡ്ജസ്റ്റ് ദെയർ സിഗ്നലിംഗ് റെസ്പോൺസ് ടു ഈവൻറ്റ്സ്. ഇങ്ങനെയുള്ള സമയത്ത് ഒരു ഇവൻ്റ് നടന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് ആയിട്ടുള്ള സിഗ്നലിനോട് ഈ DCSന് ആ ന്യൂറോൺസിനെ മോഡുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ട്യൂണിങ് ഓഫ് എ ന്യൂറോൺസ് ഫയറിംഗ് ഈസ് തോട്ട് ടു ബി വൺ ഓഫ് ദ കീ വേസ് ദ ബ്രെയിൻ സ്റ്റോർസ് മെമ്മറി. ഇത്തരത്തിലുള്ള ന്യൂറോൺസിൻ്റെ ട്യൂണിങ് മൂലമാണ് തോട്ട് ടു ബി വൺ ഓഫ് ദ കീ വേസ് ദ ബ്രെയിൻ സ്റ്റോർ മെമ്മറീസ്. ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് ബ്രെയിൻ മെമ്മറീസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് അറ്റ് വെരി ലോ ഡോസസ് DCS അപ്പിയേഴ്സ് ടു ബൂസ്റ്റ് ദാറ്റ് പ്രോസസ്സ്. ഒരു ചെറിയ ഡോസ് കൊടുക്കുമ്പോൾ തന്നെ ഇത് ആ പ്രോസസ്സിനെ ബൂസ്റ്റ് ചെയ്യിക്കുന്നു. ഏത് പ്രോസസ്സാണ്? ന്യൂറോൺസിനെ ട്യൂൺ ചെയ്യുക എന്നത്. ദ ട്യൂണിങ് ഓഫ് എ ന്യൂറോൺസ് ഫയറിംഗ് ഈസ് തോട്ട് ടു ബി വൺ ഓഫ് ദ കീ വേസ് ബ്രെയിൻ സ്റ്റോർ മെമ്മറീസ് ആൻഡ് അറ്റ് വെരി ലോ ഡോസസ് DCS അപ്പിയേഴ്സ് ടു ബൂസ്റ്റ് ദാറ്റ് പ്രോസസ്സ്. ഇംപ്രൂവിങ് അവർ എബിലിറ്റി ടു ലേൺ. അതുപോലെ തന്നെ നമ്മുടെ ലേൺ ചെയ്യാനുള്ള എബിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ DCSനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻസ് നോക്കാം. ആൻസർ ഓപ്ഷൻ എ പറയുന്നത് ഈസ് അൺസേഫ് ടു യൂസ് എക്സെപ്റ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നമ്മുടെ പാരഗ്രാഫിൽ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. വെരി സ്മാൾ ഡോസസ് എന്നാണ് പറയുന്നത്. വെരി സ്മാൾ ഡോസസ്, വെരി ലോ ഡോസസ്. ദിസ് ട്യൂണിങ് ഓഫ് ന്യൂറോൺ ഈസ് ഫയറിംഗ് തോട്ട് ടു ബി വൺ ഓഫ് ദ കീ വേസ് ടു ദ ബ്രെയിൻ സ്റ്റോർ മെമ്മറീസ് ആൻഡ് അറ്റ് വെരി ലോ ഡോസസ് DCS appears to boost that process. വെരി ലോ ഡോസസ് മതി എന്നാണ് പറയുന്നത്. അത് എന്തിനാണ്? ആ പ്രോസസ്സ് ബൂസ്റ്റ് ചെയ്യിക്കാനായിട്ട് ലോ ഡോസ് DCS മതി എന്നാണ് പറഞ്ഞത്. അപ്പം
അല്ലാതെ അൺസേഫ് ആണ് എന്നുള്ള രീതിയിലൊന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നു ഹെൽപ്സ് ടു കൺട്രോൾ ഓൺലി സർട്ടൺ ടൈപ്സ് ഓഫ് ഫോബിയാസ്. ഏതെങ്കിലും സർട്ടൺ ടൈപ്സ് ഓഫ് ഫോബിയാസ് മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കൂ എന്നുള്ള രീതിയിലൊന്നും അവിടെ പറയുന്നില്ല. സർട്ടൺ ടൈപ്സ്, ഒൺലി സർട്ടൺ ടൈപ്സ് എന്ന് അവിടെ പറയുന്നില്ല, പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പം നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ പറയുന്നു അഫക്ട്സ് ഹൗ ദ ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ റിയാക്ട് ടു സ്റ്റിമുലൈ. യെസ്, അതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. നമ്മുടെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദിസ് ട്യൂണിങ് ഓഫ് ന്യൂറോൺസ് ഫയറിംഗ് ഈസ് തോട്ട് ടു ബി വൺ ഓഫ് എ കീ വേസ് ദ brain store memories and at very low doses DCS appears to boost that process. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. ഡി ഓപ്ഷൻ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഇൻക്രീസസ് ദ ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് സർട്ടൺ ഇവൻറ്റ്സ്. ചില ഇവൻറ്റ്സിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. അഫക്ട്സ് ഹൗ ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ റിയാക്ട് ടു സ്റ്റിമുലൈ. നമുക്കിനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ 5th പാരഗ്രാഫ് സം ക്രിട്ടിക്സ് ബിലീവ്സ് ദാറ്റ് വൺ ഡ്രോബാക്ക് ഓഫ് യൂസിങ് DCS ഈസ് ദാറ്റ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5th പാരഗ്രാഫിൽ സം ക്രിട്ടിക്സ് ബിലീവ്സ് ദാറ്റ്, ചില ക്രിട്ടിക്സ് ബിലീവ് ചെയ്യുന്നത് എന്താണ്? വൺ ഡ്രോബാക്ക് ഓഫ് യൂസിങ് DCS യൂസ് ചെയ്യുമ്പോൾ ചില ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം ക്രിട്ടിക്സ് ബിലീവ്സ് ദാറ്റ് വൺ ഡ്രോബാക്ക് ഓഫ് യൂസിങ് DCS ഈസ്, അതായത് ക്രിട്ടിക്സിൻ്റെ അഭിപ്രായത്തിൽ DCS യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്നാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. ഇനി നമുക്ക് 5th പാരഗ്രാഫിലോട്ട് പോകാം. ആ പാരഗ്രാഫ് ഫുള്ള് വായിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഹൗവർ എന്നോട്ട് തുടങ്ങുന്ന ലാസ്റ്റ് 3rd സെൻറ്റൻസ് ഉണ്ട്. ലാസ്റ്റ് ചെയ്യുന്ന 3rd സെൻറ്റൻസ്. അപ്പം അവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഹൗവർ സം പീപ്പിൾ ഹാവ് മിസ്ഗീവിങ്സ് അബൌട്ട് ദിസ് അപ്രോച്ച്. അപ്പം സം പീപ്പിൾ ഹാവ് മിസ്ഗീവിങ്സ് അബൌട്ട് ദിസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ DCS കൊടുക്കുന്ന ആ ഒരു അപ്രോച്ചിനോട് ചില ആൾക്കാർക്ക് ഒരു മിസ്ഗീവിങ്സ് ഉണ്ട് എന്നാണ് അവർ ക്ലെയിമിങ് ദാറ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി അൺഡു ദ ഫിയർഫുൾ റെസ്പോൺസ്. അവർ ക്ലെയിം ചെയ്യുന്നതാണ് എന്താണ്? ഇറ്റ് ഈസ് ഡസ് നോട്ട് ഡയറക്ട്ലി അൺഡു. ഇത് ഡയറക്റ്റായിട്ട് അൺഡു മീൻസ് റിമൂവ് ചെയ്യുന്നത്, ഇത് മായ്ച്ചു കളയുന്നു. ഇത് ഡസ് നോട്ട് ഡയറക്ട്ലി അൺഡു ദ ഫിയർഫുൾ റെസ്പോൺസ്. ഇത് ഈ ഫിയർഫുൾ റെസ്പോൺസിനെ മായ്ച്ചു കളയുന്നില്ല. വിച്ച് ഈസ് ഡീപ്പ് സീറ്റഡ് ഇൻ ദ മെമ്മറി. അത് നമ്മുടെ മെമ്മറിയിൽ ഡീപ്പ് സീറ്റഡ് ആണ്, അതായത് ഉറച്ചു കിടക്കുകയാണ്. അപ്പം നമ്മുടെ മെമ്മറിയിൽ ആ ഒരു റെസ്പോൺസിനെ തുടച്ചു മാറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഈ DCSൻ്റെ ഡ്രോബാക്ക് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഹവവർ സം പീപ്പിൾ മിസ്ഗീവിങ്സ് അബൌട്ട് ദിസ് അപ്രോച്ച്. ചില ആൾക്കാരാണെങ്കിൽ ഈ ഒരു അപ്രോച്ചിനെ മിസ്ഗീവിങ് നടക്കുന്നു. അത് ക്ലെയിമിങ് ദാറ്റ്, അവരെന്താണ് ക്ലെയിം ചെയ്യുന്നത്? ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി അൺഡു ദ ഫിയർഫുൾ റെസ്പോൺസസ്. ഇത് ആ ഒരു ഫിയർഫുൾ റെസ്പോൺസസിനെ ഡയറക്റ്റായിട്ട് മായ്ച്ചു കളയുന്നില്ല. അത് നമ്മുടെ മെമ്മറിയിൽ ഡീപ്പ് സീറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ആ ഫിയർഫുൾ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ ഡീപ്പ് സീറ്റഡ് ആണ്. ദർ ഈസ് എ വെരി റിയൽ റിസ്ക് ഓഫ് റിലാപ്സ്. അതുകൊണ്ട് എന്താണ് ഒരു അത് മായ്ച്ചു കളയാത്തിടത്തോളം കാലം അത് അവിടെ കിടക്കുകയാണല്ലോ. അത് ഡീപ്പ് സീറ്റഡ് ആണ്, ആ മെമ്മറിയിൽ ഡീപ്പ് സീറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു റിയൽ റിസ്ക് ഓഫ് റിലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ദർ ഈസ് എ വെരി റിയൽ റിസ്ക് ഓഫ് റിലാപ്സ്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ ലൈക്ലി ടു ബി ലിമിറ്റഡ് ഡ്യൂറേഷൻ. യെസ്, അതല്ലേ പറയുന്നത്. ആ റിലാപ്സ് ഉണ്ടാവാം എന്ന് പറയുമ്പോഴെന്താണ്? ഇറ്റ് ബെനിഫിറ്റ്സ് ആർ ലൈക്ലി ടു ബി ലിമിറ്റഡ് ഡ്യൂറേഷൻ. അതായത് റിലാപ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് കമ്മിങ് ബാക്ക്, ഒരു ടൈമിലേക്ക് അത് ഇപ്പം നമ്മൾ ആ മെഡിസിൻ എടുത്തു ഒരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു അതിൽ നിന്നൊരു മോചനം കിട്ടും. പക്ഷേ ഇത് നമ്മുടെ മെമ്മറിയിൽ ഈ ഫിയർഫുൾ റെസ്പോൺസ് നമ്മുടെ മെമ്മറിയിൽ ഡീപ്പ് സീറ്റഡ് ആയത് കാരണം ഇത് റിലാപ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം
എയിൽ പറഞ്ഞ എന്താണ്, ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ ലൈക്ലി ടു ബി ലിമിറ്റഡ് ഡ്യൂറേഷൻ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്, ഈ DCSൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഡ്യൂറേഷനിലേക്കേ ഉള്ളൂ. അതുകൊണ്ടല്ലേ പറയുന്നത് ഇതിന് റിലാപ്സ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് വെരി റിയൽ റിസ്ക് ഓഫ് റിലാപ്സ് എന്നാണ്. ഇറ്റ് ഈസ് എ വെരി റിയൽ റിസ്ക് ഓഫ് റിലാപ്സ്. അപ്പം റിലാപ്സ് ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിന് കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ ലൈക്ലി ടു ബി ലിമിറ്റഡ് ഡ്യൂറേഷൻ. അതാണ് എ ഓപ്ഷൻ പറയുന്നത്. അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബി നോക്കാം. ഇറ്റ് ഈസ് ഓൺലി ഹെൽപ്ഫുൾ ഫോർ സർട്ടൺ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി. അങ്ങനെ പേഴ്സണാലിറ്റിയുടെ കാര്യം അവിടെ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സി പറയുന്നു, ഫ്യൂ പേഷ്യൻസ് ആർ ലൈക്ലി ടു കംപ്ലീറ്റ് ദ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. കുറച്ച് പീപ്പിൾ മാത്രമേ ഈ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് സി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷൻ പറയുന്നു, പേഷ്യൻസ് ഫീൽ ഡിസ്കറേജ്ഡ് ബൈ ദെയർ അപ്പാരൻറ്റ് ലാക്ക് ഓഫ് പ്രോഗ്രസ്. അവരുടെ പ്രോഗ്രസ്സിലുള്ള ലാക്ക് കാരണം പേഷ്യൻസ് ഡിസ്കറേജ്ഡ് ആവുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ DCSൻ്റെ ക്രിട്ടിക്സിൻ്റെ അഭിപ്രായത്തിൽ DCSൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ ലൈക്ലി ടു ബി ലിമിറ്റഡ് ഡ്യൂറേഷൻ. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡ്യൂറേഷനിലേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് വി ലേൺ ദാറ്റ് കിൻ സ്റ്റഡീസ് ഇൻ ടു ആങ്സൈറ്റി ഡിസോർഡർ ഫോക്കസ്ഡ് ഓൺ ഹൗ. എങ്ങനെയാണ് ആങ്സൈറ്റി ഡിസോർഡർ ഫോക്കസ്ഡ് ചെയ്യുന്നത് എന്ന് കിൻ സ്റ്റഡീസിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പാരഗ്രാഫിലോട്ട് പോകുന്നു. പാരഗ്രാഫിൽ എന്താണ്, rather than simply attempting to overlay their fearful association with new ones. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ എന്താണ്, ഒരു എന്തിനോടെങ്കിലും നമുക്ക് പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും വീണ്ടും എക്സ്പോസ് ചെയ്യിപ്പിച്ച് നമ്മൾ അവിടെ ഒരു ആ പഴയ മെമ്മറിക്ക് ഒരു ഓവർലേ ഉണ്ടാക്കുന്നു. ആ ഒരു ഫിയർഫുൾ അസോസിയേഷനും ഒരു ഓവർലേ ഉണ്ടാക്കി ഒരു പുതിയ മെമ്മറി ഉണ്ടാക്കുന്നു വിത്ത് ന്യൂ വൺസ്. Merrill Kind at the University of Amsterdam is, instead of trying to alter the association at a source. അപ്പോൾ ഈ മെറിൽ കെൻഡ് ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് ആ ഒരു ഇൻസ്റ്റഡ് ട്രൈങ് ടു ഓൾട്ടർ ദി അസോസിയേഷൻ അറ്റ് സോഴ്സ്, അതിൻ്റെ സോഴ്സിൽ വെച്ച് തന്നെ ആ ഒരു അസോസിയേഷനെ ഓൾട്ടർ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. Studies into anxiety disorders are based on the idea that memories are not only vulnerable to alteration when they are first laid down. അപ്പം കിൻഡിൻ്റെ സ്റ്റഡി എന്താണ് പറയുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, മെമ്മറീസ് ആർ നോട്ട് ഓൺലി വൾണറബിൾ ടു ഓൾട്ടറേഷൻ വെൻ ദേ ആർ ഫസ്റ്റ് ലേഡ് ഡൗൺ. അത് ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല അതിനൊരു ഓൾട്ടറേഷൻ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പല്ലിയെ കാണുമ്പോൾ പല്ലി നമ്മുടെ മുന്നിലോട്ട് ചാടി വീണു, അപ്പോൾ നമുക്കൊരു ഫിയർഫുൾ മെമ്മറീസ് ഉണ്ടാകുന്നു. ആ ഒരു മെമ്മറി ഉണ്ടാകുന്ന ടൈമിൽ മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു ഓൾട്ടറേഷൻ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ബട്ട് ഓഫ് കീ ഇമ്പോർട്ടൻസ് ഓൾസോ അറ്റ് ലേറ്റർ റിട്രൈവൽ. പിന്നീട് നമ്മൾ പല്ലിയെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ലേറ്റർ ഇത് റിട്രൈവ് ചെയ്തു വരുന്നു, ഈ ഒരു മെമ്മറി റിട്രൈവ് ചെയ്തു വരുന്നു എന്നാണ് ലേറ്റർ റിട്രൈവൽ. ദിസ് അലൗസ് ഫോർ മെമ്മറീസ് ടു ബി അപ്ഡേറ്റഡ്. അതായത് പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ആദ്യമായിട്ടുണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലോട്ടൊരു പല്ലി ചാടി വീണു, അങ്ങനെ നമുക്ക് ഒരു ഫിയർഫുൾ മെമ്മറി ഉണ്ടാകുന്നു. അത് പിന്നീട് രണ്ടാമതുണ്ടായപ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും തുറക്കുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ 1-2 പല്ലി അവിടെ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ മെമ്മറി അപ്ഡേറ്റ് ആവുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് അമൻഡഡ് മെമ്മറീസ് ആർ റീകൺസോളിഡേറ്റഡ് ബൈ ദ എഫക്റ്റ് ഓഫ് പ്രോട്ടീൻസ് വിച്ച് ഓൾട്ടർ ദ സിനാപ്റ്റിക് റെസ്പോൺസസ്, thereby maintaining the strength of feeling associated with the original memory.
അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടാമത് കണ്ട സമയത്ത് എന്താണ്, നമ്മുടെ മെമ്മറിയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇത് ആദ്യം ഉണ്ടായ മെമ്മറിയെ മെയിൻറ്റെയിനിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീലിംഗ് അസോസിയേറ്റഡ്, ആ ഒറിജിനൽ മെമ്മറിയെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുകയാണെന്നാണ് കെൻറ്റിൻ്റെ സ്റ്റഡി പറയുന്നത്. അതായത് നമ്മളൊരു ഇപ്പം പാറ്റയോ പല്ലിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുന്നിലോട്ട് ചാടി വീണു, അപ്പോഴത്തേക്ക് നമുക്കൊരു പേടിയുണ്ടായി, അങ്ങനെ ഒരു മെമ്മറി നമ്മുടെ മനസ്സിലുണ്ടായി. ആ ഒരു ടൈമിൽ മാത്രമല്ല ഇതിനൊരു ഓൾട്രേഷൻ ഉണ്ടാകുന്നത് എന്നാണ് കെൻറ്റിൻ്റെ സ്റ്റഡി പറയുന്നത്. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ പല്ലിയെ ആകുമ്പോൾ നമ്മുടെ മെമ്മറി പിന്നെയും ഓൾട്ടർ ചെയ്യും. അതെന്ന് പറയുന്നത് എന്തുവാണ്, മെയിൻറ്റെയിനിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീലിംഗ് അസോസിയേറ്റഡ് വിത്ത്, ഈ ഒറിജിനൽ മെമ്മറി ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയാണ്. ആദ്യമുണ്ടായ ആ ഒരു പേടിയേക്കാളും ഒന്നുകൂടെ നമുക്ക് രണ്ടാമതും കാണുമ്പോൾ ഇത് പേടി ഒന്നുകൂടെ കൂടുകയാണെന്നാണ് പറയുന്നത് കെൻറ്റിൻ്റെ സ്റ്റഡി പ്രകാരം. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ എ പറയുന്നു പ്രോട്ടീൻസ് ക്യാൻ അഫക്റ്റ് ദ മെമ്മറി റിട്രൈവൽ. അങ്ങനെ അവിടെ പറയുന്നുണ്ടോ, പ്രോട്ടീൻസ് ക്യാൻ അഫക്റ്റ് ദ മെമ്മറി റിട്രൈവൽ. പ്രോട്ടീന് മെമ്മറി റിട്രൈവലിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണോ പറയുന്നത്? നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞെന്തോന്ന്, പ്രോട്ടീൻ വിച്ച് ഓൾട്ടർ ദ സിനാപ്റ്റിക് റെസ്പോൺസസിനെ ഓൾട്ടർ ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത് പ്രോട്ടീന്. അപ്പോൾ എ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നു മെമ്മറീസ് ആർ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ഈച്ച് അതർ. അങ്ങനെ പറയുന്നുണ്ടോ? മെമ്മറീസ് ആർ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ഈച്ച് അതർ ഇല്ല. അപ്പം നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ പറയുന്നത് എന്താണ്, നെഗറ്റീവ് മെമ്മറീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ഫ്രീക്വൻസി. നെഗറ്റീവ് മെമ്മറീസ് റെഡ്യൂസ്ഡ് ഇൻ ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ നെഗറ്റീവ് മെമ്മറീസ് കുറയുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് സി ഓപ്ഷന് എലിമിനേറ്റ് ചെയ്യാം. അതായത് നമ്മളോട് കെൻറ്റിൻ്റെ സ്റ്റഡി പ്രകാരം ഒരു വട്ടം നമുക്കൊരു ഫിയർ ഉണ്ടായാൽ പിന്നീട് നമ്മൾ ആ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ മെമ്മറി സ്ട്രെങ്തൻ ആവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷൻ പറയുന്നത് ദി ഇമോഷണൽ ഫോഴ്സ് ഓഫ് മെമ്മറി ഈസ് നാച്ചുറലി റീറ്റെയിൻഡ്. യെസ്, അതാണ് അവിടെ പറഞ്ഞത്. എന്താണ്, ഇമോഷണൽ ഫോഴ്സ് ഓഫ് ദ മെമ്മറി ഈസ് നാച്ചുറലി റീട്രെയിൻഡ്. അതാണ് നമ്മുടെ ദെയർ ബൈ മെയിൻറ്റെയിനിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീലിംഗ് അസോസിയേറ്റഡ് വിത്ത് ദ ഒറിജിനൽ മെമ്മറി എന്നുള്ളതാണ് മെമ്മറി ഈസ് നാച്ചുറലി റീറ്റെയിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ റൈറ്റർ സജസ്റ്റ് ദാറ്റ് പ്രൊപ്പനലോൾ മെയ്. അപ്പം റൈറ്ററിൻ്റെ അഭിപ്രായത്തിൽ പ്രൊപ്പനലോൾ മെയ്, ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഇതിൻ്റെ ആൻസറും വരുന്നത് സെയിം പാരഗ്രാഫിൽ നിന്നാണ്. അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് നോക്കാം. കിൻസ് ടീം ഹാസ് പ്രൊഡ്യൂസ്ഡ് എൻകറേജിങ് റിസൾട്ട്സ് വിത്ത് അരക്നോഫോബിക് പേഷ്യൻസ് ബൈ ഗിവിങ് ദം പ്രൊപ്പനലോൾ. അപ്പം എന്താണ്, കിൻ ടീം ഹാസ് പ്രൊഡ്യൂസ്ഡ് എൻകറേജിങ് റിസൾട്ട് വിത്ത് അരക്നോഫോബിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, സ്പൈഡറിനോട് ഫോബിയ ഉള്ളതിനെയാണ് അരക്നോഫോബിക് എന്ന് പറയുന്നത്. പേഷ്യൻസ് ബൈ ഗിവിങ് ദം പ്രൊപ്പനലോൾ, അങ്ങനെ പേടിയുള്ളവർക്ക് എന്താണ് പ്രൊപ്പനലോൾ കൊടുത്തു. എ വെൽ നോൺ ആൻഡ് വെൽ ടോളറേറ്റഡ് ബീറ്റ ബ്ലോക്കർ ഡ്രഗ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു വെൽ നോൺ ആയിട്ടുള്ള വെൽ ടോളറേറ്റഡ് ആയിട്ടുള്ള ഒരു ബീറ്റ ബ്ലോക്കറാണ്. വൈൽ ദേ ലുക്ക്ഡ് അറ്റ് സ്പൈഡേഴ്സ് ദീസ് ബ്ലോക്ക്ഡ് ദ എഫക്ട്സ് ഓഫ് നോറെപ്പിനെഫ്രിൻ. അപ്പം ഈ ഒരു പ്രൊപ്പനലോൾ എന്താണ്, ബ്ലോക്ക്ഡ് ദ എഫക്ട്സ് ഓഫ് നോറെപ്പിനെഫ്രിൻ്റെ എഫക്ട്സിനെ ബ്ലോക്ക് ചെയ്യും എവിടെയുള്ള ബ്രെയിനിലുള്ള. ഡിസ്റപ്റ്റിംഗ് ദ വേ ദ മെമ്മറി വാസ് പുട്ട് ബാക്ക് ഇൻ ടു ദ സ്റ്റോറേജ് ആഫ്റ്റർ ബീയിങ് റിട്രൈവ്ഡ് as part of the process of reconsolidation. Participants reported that while they still don't like spiders, they were able to approach them. Kint reports that the benefit was still there 3 months after the test ended. അപ്പോൾ എന്താ പറയുന്നത്, പാർട്ടിസിപ്പൻറ്റ് റിപ്പോർട്ടഡ് ദാറ്റ് വൈൽ ദേ സ്റ്റിൽ ഡോണ്ട് ലൈക്ക് ദ സ്പൈഡേഴ്സ് ദേ വെയർ ഏബിൾ ടു അപ്രോച്ച് ദം. അപ്പം ഈ സ്റ്റഡിയിൽ
പാർട്ടിസിപ്പൻസ് എന്താണ് റിപ്പോർട്ട് ചെയ്തത്? ദേ സ്റ്റിൽ ഡോണ്ട് ലൈക്ക് ദ സ്പൈഡേഴ്സ്. അവരിപ്പോഴും സ്പൈഡേഴ്സിനെ ഇഷ്ടപ്പെടുന്നില്ല. ദേ വെർ ഏബിൾ ടു അപ്രോച്ച് ദം. എന്നാൽ അവർക്ക് അതിനെ കാണുന്നത് കൊണ്ടോ അത് നമ്മുടെ അടുത്ത് വരുന്നത് കൊണ്ടോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് സ്പൈഡറിനെ ഇഷ്ടമല്ല ഇപ്പോഴും, എങ്കിലും അത് സ്പൈഡറിനെ കാണുന്നത് കൊണ്ടോ സ്പൈഡർ നമ്മുടെ അടുത്തോട്ട് വരുന്നത് കൊണ്ടോ ഒന്നും അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നവും അവർക്കില്ല. കിൻസ് റിപ്പോർട്ട്സ് ദാറ്റ് ദ ബെനിഫിറ്റ് വാസ് സ്റ്റിൽ ദെയർ 3 months ആഫ്റ്റർ ദ ടെസ്റ്റ് എൻഡഡ്. കിന്നിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ദ ബെനിഫിറ്റ് വാസ് സ്റ്റിൽ ദെയർ. അതായത് അതിൻ്റെ ബെനിഫിറ്റ്, ആ പ്രൊപ്പനോലോൾ കൊടുത്തതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെയുണ്ട്. 3 months ആഫ്റ്റർ ദ ടെസ്റ്റ് എൻഡഡ്. ആ ടെസ്റ്റ് എൻഡ് ചെയ്തിട്ട് 3 മാസം വന്നിട്ട് ഇപ്പോഴും ആ ഒരു റിസൾട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. നോട്ട് ഓഫർ എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ ദ പേഷ്യൻസ് ഫോബിയ. പ്രൊപ്പനലോള് പെർമനൻറ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമ്മളോട് പറഞ്ഞത് ഇപ്പോഴും ഒരു 3 months കഴിഞ്ഞിട്ടും, ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് 3 months കഴിഞ്ഞു, ഇപ്പോഴും അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, പ്രൊപ്പനോൾ കൊടുത്തിട്ട് ആ ഒരു സ്റ്റഡി നടത്തിയിട്ട് 3 months കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും അവർക്ക് ആ പേഷ്യൻസിന് സ്പൈഡറിനെ ഇഷ്ടമല്ല എങ്കിലും അവർക്ക് അതിനെ അപ്രോച്ച് ചെയ്യുന്നതിനൊന്നും, അതായത് അതിനെ കാണുന്നതോ അവരുടെ അടുത്തോട്ട് വരുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ. ദ റൈറ്റർ സജസ്റ്റ് ദാറ്റ് ദ പ്രൊപ്പനോലോൾ മേ നോട്ട് ഓഫർ എ പെർമനൻറ്റ് സൊല്യൂഷൻ. ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നൽകുന്നില്ല എന്നവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നത് എന്താണ്? ഇൻക്രീസസ് ദ പേഷ്യൻസ് ടോളറൻസ് ഓഫ് കീ ട്രിഗേഴ്സ്. യെസ്, അത് പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, പേഷ്യൻസിന് എന്താണ്, സ്പൈഡറിനെ ഇഷ്ടമല്ല എങ്കിലും അതിനോടുള്ള അപ്രോച്ച് മാറി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. കീ ട്രിഗേഴ്സ്, അവരുടെ ആ ട്രിഗേഴ്സൊക്കെ ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇൻക്രീസ് ദ പേഷ്യൻസ് ടോളറൻസ്, അവർക്കൊരു ടോളറൻസ് കിട്ടിയത് കൊണ്ടല്ലേ അവർക്ക് അതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനെ കാണുന്നത് കൊണ്ടോ അത് അവരുടെ അടുത്തോട്ട് വരുന്നത് കൊണ്ടോ ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ അവർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് ഇൻക്രീസസ് ദ പേഷ്യൻസ് ടോളറൻസ് ഓഫ് ദ കീ ട്രിഗേഴ്സിനോടുള്ള അവരുടെ ടോളറൻസ് ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞത്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സി ഓപ്ഷൻ എന്താണ് പറയുന്നത്? പ്രൊഡ്യൂസ് സം ബെനിഫിഷ്യൽ സൈഡ് എഫക്ട്സ്. ബെനിഫിഷ്യൽ സൈഡ് എഫക്ട്സ് പ്രൊപ്പനോലോൾ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ സൈഡ് എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് സി എലിമിനേറ്റ് ചെയ്യാം. ഡി പറയുന്നു ബി ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സർട്ടൺ ഫോബിയാസ്. ചില ഫോബിയാസിന് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറയുന്നുണ്ടോ? അങ്ങനെയും പറയുന്നില്ല. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇൻക്രീസസ് ദ പേഷ്യൻസ് ടോളറൻസ് ഓഫ് കീ ട്രിഗേഴ്സ്. അതെവിടെയാണ് നമുക്ക് കിട്ടുന്നത്? പാർട്ടിസിപ്പൻസ് റിപ്പോർട്ടഡ് ദാറ്റ് വൈൽ ദേ സ്റ്റിൽ ഡോണ്ട് ലൈക്ക് സ്പൈഡേഴ്സ് ദേ വെർ ഏബിൾ ടു അപ്രോച്ച് ദം. കിൻസ് റിപ്പോർട്ട്സ് ദാറ്റ് ദ ബെനിഫിറ്റ് വാസ് സ്റ്റിൽ ദെയർ 3 months ആഫ്റ്റർ ദ ടെസ്റ്റ് എൻഡഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നും അത് ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.